ബാലനാണ്. ഏത് ബാലൻ? നമ്മള് തെക്കേപ്പാട്ട മേനോൻകുട്ടി ബാലൻ. എന്റെ മരംകുട്ടി ബാലൻ. അതെ. പോയിക്കോ. മൂപ്പരിത്തിരി സ്റ്റീമിലാ. നിങ്ങൾക്ക് ഞാൻ വലിയ മാമ തുള്ളി തോന്നുന്നത് പറയാൻ വന്നാൽ എന്നോട് പറ. ചെറിയമ്മാവ് എന്തിനാണമ്മേ കള്ളും കുടിച്ച് ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നത്? ഞാൻ എന്ത് പറയാനാ ബാല, അതിന് എന്റെ അമ്മ പെറ്റതന്നല്ലേ. വലിയമ്മാവിന് അറിഞ്ഞാൽ മതി കലിതുള്ള. ബാഗിച്ച് കിട്ടിയതൊക്കെ കുട്ടായുടെ കള്ളുഷാപ്പിലെത്തിന്ന മുത്താച്ചി പറയണേ. പെണ്ണെ, കാപ്പിക്ക് വെള്ളം വെച്ചിട്ടുണ്ടോ? അവൻ വഴി നടന്നു വരുന്നതാ. ഉപദ്രവത്തിന് എല്ലാവരും ഉണ്ട്, ഉപകാരത്തിന് ആരുമില്ല. അനിയന്റെ കത്ത് ഇന്നുമില്ല. അമ്മാമ്മയ്ക്കുണ്ടാവും, അതാണല്ലോ ഇപ്പൊ പതിവ്. ഇവിടെ വിവരം പറയണം എന്നൊരു വാചകവും. വലിയമ്മാവയ്ക്ക് അന്യേട്ടന്റെ കത്തുണ്ട്. മിനിക്കുട്ടിയുടെ പനി എങ്ങനെയെന്ന് നോക്കാൻ ചെന്നപ്പോൾ അമ്മായി പറഞ്ഞു. മിനിക്കുട്ടിക്ക് പനിയോ? സാരമില്ല, ബാലേട്ടൻ കൈതപ്പൂ കൊടുക്കാത്തതിൽ വലിയ പിണക്കമായിരിക്കുകയാണ്. ഞാനത് മറന്നുപോയി. മിനിക്കുട്ടിക്കിതാ കൈതപ്പൂ. നോക്ക്, നല്ല വാസന. നല്ല വാസന ഇല്ലേ ബാലേട്ടാ? ചോദിച്ചാലോ തല ചൂടാവും? ചോദിച്ചാലോ? കൊടുക്കരുത്. കൊടുക്കാം. ആ, അത് മതി. അപ്പൊ ബാലേട്ട പോട്ടെ, നാളെ വരാം. ഇരിക്കു ബാല. ബാഗി ചായ വേണ്ട, പണിക്കാർ കാത്തു നിൽക്കുന്നുണ്ടാവും. ഞാൻ പിന്നെ വരാം. നിന്നോടും നിന്റെ അമ്മയോടും ഞാൻ പറഞ്ഞതാ, അവനെ ആ പടി കേറ്റരുത്, എനിക്കിഷ്ടമില്ല എന്ന്. ഇളയമ്മാവൻ വരുമ്പോൾ വരണ്ടെന്ന് പറയാൻ കുറച്ച് മടിയുണ്ട് അല്ലേ? പറയണ്ട, തലയിലേറ്റ് നടന്നോളി. നീ അവനെ വിളിച്ചു വരുത്തി കാശ് കൊടുക്കുക, അവൻ അതുകൊണ്ട് കള്ളും കുടിച്ച് എന്റെ പടിക്ക് ഒന്ന് പുലഭ്യം പറയുക. ഞാൻ കാശ് കൊടുത്തിട്ടുമില്ല, ആരും വിളിച്ചു വരുത്തിയിട്ടുമില്ല. നീ പറയിപ്പിക്കുക അവനെ കൊണ്ട്. നിങ്ങളുടെ സ്വത്ത് ഞാൻ അപഹരിച്ചു എന്ന് പറയാനുള്ളത് നേരിട്ട് പറയണം. അല്ലാതെ കള്ളും വെള്ളവും കുടിച്ചു നടക്കുന്നവനെ കൊണ്ട് അപരാധം പറയിപ്പിക്കരുത്. പറയാനുള്ളപ്പോൾ നേരിട്ട് പറയും. കണ്ടവരെ കൊണ്ട് പറയിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. ഒക്കെ ഞാൻ കാണുന്നുണ്ട്. പഠിക്കലെ പാടത്തെ ഊർച്ചയ്ക്ക് നിന്റെ കാളകളുണ്ടെന്ന് കേട്ടൂല്ലോ. കാളപൂട്ടിനൊന്നുമല്ല, കൂലിക്ക് കന്ന് വിളിച്ച് കൃഷി നടത്തിയാൽ നഷ്ടമല്ലേ എന്ന് വിചാരിച്ച്. മത്സരിക്കാനാണെങ്കിലും തെറ്റൊന്നുമില്ല. മത്സരം എന്നോട്. എടാ, നിന്റെ അച്ഛൻ നാണും പടിക്കറച്ച് തോന്നിയിട്ടില്ല എന്നോട് മത്സരിക്കാൻ. അമ്മാവാ, ഒന്നും കൂടെ വരൂ. ഞാൻ പോകുന്നു അമ്മായി. അവനൊന്നും കഴിച്ചില്ലേ? ബാലേട്ടാ, ഇന്നലെ ബാലേട്ടൻ പിണങ്ങിപ്പോയെന്ന് അമ്മ പറഞ്ഞു. പിണക്കമൊന്നുമില്ല ഭാഗ്യ. ഒരാളെയും ദ്രോഹിക്കാതെ ജീവിക്കണമെന്നുണ്ട്, എന്നാലും സ്വൈരമില്ല. പഠിപ്പ് നിർത്തിയ മുതൽക്ക് ബാലേട്ടൻ ആളാകെ മാറി. ഞാനൊരു നാടൻ കൃഷിക്കാരനാവുകയാണ്. ആ മാറ്റമുണ്ടാവും. ബാലേട്ടൻ ഒരു കാര്യം ചെയ്യണം. എനിക്ക് വേണ്ടി ചെയ്യില്ലേ? ഭാഗ്യക്ക് വേണ്ടി ചെയ്യാത്ത ഒന്നുമില്ല. ഈ ഭാരം ചുമന്ന് നടക്കുന്നതിനിടയ്ക്ക് എനിക്കൊരാശ്വാസം ഭാഗ്യപ്പറ്റി ഓർക്കുമ്പോൾ മാത്രമാണ്. ബാലേട്ടൻ അച്ഛനോട് ഒരിക്കലും വഴക്ക് കൂടരുത്. അച്ഛൻ എന്ത് പറഞ്ഞാലും അച്ഛൻ പിണങ്ങിയാൽ? അതെനിക്കറിയാം ഭാഗ്യം, എനിക്കറിയാം. അച്ഛന്റെ പ്രകൃതം കാണുമ്പോൾ എനിക്ക് ഭയം തോന്നുന്നു. ഞാൻ പോകട്ടെ. കാതിരമുലയുടെ കാള വരുന്നുണ്ടോ ചാത്ത?
കാളക്കുട്ടികളല്ലേ കൊമ്പും തുമ്പിക്കൈയൊന്നും ഉണ്ടാവൂല്ലോ ഞാൻ നോയിക്കൊണ്ടെന്ന്. ബാലമേനന്റെ കാളക്കുട്ടികളേ വരണേ, മോശമല്ലല്ലോ. ചതിക്കല്ലേ മക്കളെ, ഞമ്മളെ വാക്ക് വെറുതെ ആക്കരുത് കേട്ടോ. ഇത് പന്തയമൊന്നുമല്ലല്ലോ, തോറ്റാലും എനിക്കൊന്നും വരാനില്ല. അതല്ല കുട്ടിയെ, ഓരോരുത്തരും തുലുമ്പ് കാണുമ്പോ എനിക്കൊണ്ടൊരു ഈറ വരാൻ. കൃഷിക്കാരനായാലേ ഊർച്ചക്കണ്ടത്തിലെ പേരൊരു പേരാ. ഇങ്ങോട്ട് മേനോനിരിക്കേ. കന്ന് അതാറായില്ലേ അധികാരി? ഓ മൂന്നാമത് പോണ കാവുകുട്ടികൾ ഏടാ അധികാരി? മരുമകന്റെ തന്നെയാ. നല്ല ലക്ഷണത്തെ കുട്ടികളാ, പോക്ക് കണ്ടാലറിയാം. ഇനി ഊർച്ചക്കാരാവണം അവരുടെ സാമർഥ്യം കാട്ടാൻ. അത് കഴിഞ്ഞാൽ ശരിക്കുള്ള ഓട്ടം. എന്റെ കാളക്കുട്ടികളെ നീ ഉണ്ടല്ലെങ്കിൽ ഓരന് കാലണക്കാൻ പറ്റും. പൊടിക്കും മോനെ മൂസേ. എന്റെ റബ്ബേ, വളരെ മാറാത്ത ആൺകുട്ടിയാണ്.